ഫസ്റ്റ് തന്നെ നമ്മുടെ കേരളത്തിന്റെ പൃഥ്വിരാജായ വെൽക്കം സ്പീച്ചിന് നാണോ അപ്പൊ ഐഷ പറഞ്ഞ നമ്മുടെ കോളേജ് ലൈഫിൽ നമുക്ക് കിട്ടാണ്ട് പോയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. സോ നമ്മ അത് റീക്രിയേറ്റ് ചെയ്ത് ഒരു റീയൂണിയൻ പോലെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ അപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് നമ്മ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാരും അതിനകത്ത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പിന്നെ കുറെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മാക്സിമം അത് ചെയ്ത് ഉണ്ടാവുന്നുള്ള കാര്യം. പിന്നെ മെയിനായിട്ട് ഒരൊറ്റൊരു കോളേജ് തന്നെ അഗ്രിസർവീസും ഹൗസ് സർവീസും നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞു. പിന്നെ അതിനാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ മെയിൻ കാരണം. പിന്നെ അതുകൊണ്ട് തന്നെ അഗ്രിസർവീസിനെയും ഹൗസ് സർവീസിനെയും നമ്മൾ ഇത്രക്കോണം 2025 നമ്മൾ സ്വാഗതം. അടുത്തത് സോയിലിന് ഇവിടെ കേമമ്മിന് ഒരു പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആരുണ്ട്? ഒരു മിനിമോളുണ്ട്. പിന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ ഓടി നടന്ന് ഈ പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാം ചെയ്ത സുഹൈലിനെ നമ്മുടെ മിനിമോളിനെ വിളിക്കാണ്. വേദിയിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ടീച്ചർമാരായ അപ്പോ ഈ തിരുവോണത്തിനൊരു ഐതിഹ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പരിപാടിക്ക് ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മ ഓണം സെലിബ്രേഷൻ നമ്മ നോക്കിയപ്പോ എല്ലാം നമ്മുടെ കോളേജില് ഒരുപാട് ഓണം സെലിബ്രേഷൻസ് കണ്ടു. അപ്പൊ നമുക്ക് ഓണം സെലിബ്രേഷൻ ഇല്ലാണ്ട് ലാസ്റ്റ് ലുലുമാളുടെ ഫാഷൻ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു പൂക്കളത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ പിന്നത്. അപ്പൊ അന്ന് അസ്ലമിന്റെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇനി ഇതുപോലൊരു ഓണം നടക്കുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അസ്ലം മാരിറ്റി സത്യം ചെയ്തിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് ഓണം പരിപാടി സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് മറന്നുപോയി, കാലങ്ങളായി. അപ്പോഴേക്കും പിന്നെ ഓണത്തിന്റെ പുതിയ ഇതൊക്കെ വന്നപ്പോഴേക്കും പിന്നെ ഒന്ന് അസ്ലമിന്റെ അടുത്തൊന്ന് ഇട്ട് നോക്കി. കാരണം നമ്മളെ മാത്സുകാരെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മ ഒരു ഗ്രൂപ്പായിട്ട് എല്ലാ പരിപാടികളും ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്താറുണ്ട്. ഇപ്പൊ നമ്മുടെ കോളേജിലാണെങ്കിൽ തന്നെ ഫസ്റ്റത്തെ സ്പോർട്സ് പിന്നെ ഫിലിം ഫെസ്റ്റിവല് ഒക്കെ നമ്മുടെ ബാച്ചിലാണ്. കൊറോണ വന്ന് കുറെ പരിപാടി പോയിട്ടുണ്ടെങ്കിലും നമ്മളാണ് അതൊക്കെ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ട് നമ്മ ബാച്ച് വൈസ് അല്ല കോളേജ് മൊത്തം നിന്നിട്ട് നമ്മ ഒരു അടിപൊളി പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ബാച്ച് ആയതുകൊണ്ടിട്ട് ഇതും അസ്ലമിന്റെ അടുത്ത് ഇട്ട് നോക്കി പ്രാവശ്യം പരിപാടി നടത്തിയാലോ എന്ന് ആലോചിച്ച്. അപ്പത്തെ അസ്ലം ഫോൺ എടുത്തിട്ട് 2 കറക്കാണ്ട് കറക്കി എല്ലാ ഗ്രൂപ്പിലേക്കും കയറി മെസ്സേജ് അയച്ച് ഞാൻ ആ അസ്ലമിനോട് ചോദിച്ചു ഇനി ആൾക്കാർ പേര് മാറ്റിയിട്ട് പൊതുശല്യം എന്നൊക്കെ പറഞ്ഞ് അത്രയും ഫോൺ കോളുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടി ഒരു എഫക്റ്റ് ആണ് ഇവിടെ വേദിയിൽ ഇത്രയും പേര് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അസ്ലമിന്റെ പങ്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. 2 കൈകളിയും അദ്ദേഹത്തിന് അതുപോലെ തന്നെ അനീസാനിസും നമ്മ ഭയങ്കര സമയത്താണ് വിളിച്ചത്. അപ്പോഴും ഞാൻ എന്റെ പരിപാടി മോട്ടിവേഷൻ കൊടുക്കലെന്ന് ആൾക്കാർ നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ അനീസാനിസ പറഞ്ഞു അനീസാനിസ് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഡൗട്ട് ചോദിക്കാൻ എത്ര സമയത്ത് വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്റെ ഒരു മൈൻഡ് വെച്ചിട്ടാണെങ്കിൽ അനീസാനിസ് വിചാരിച്ചിട്ടോ ഇതൊക്കെ പഠിച്ചു പോയിട്ട് പിന്നെ വിളിക്കണേ. പക്ഷെ അനീസാനിസും എന്തായാലും വന്നു. അത് വളരെ സന്തോഷമായി. അതിനൊരു ഐശ്വര്യം ഈ പ്രോഗ്രാമിന് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മെയിൻലി പറയാനുള്ളത്. എല്ലാവരും നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പിന്നെ നമ്മളെ റിമിറ്റോമി ആയിട്ടുള്ള ഐശ്വര്യ റിമിറ്റോമിയെക്കാളും വലിയ ചാടി കണ്ടിട്ട് പിന്നെ പറയുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ പിന്നെ എല്ലാ ടാച്ചേഴ്സും ഇപ്പൊ മാത്സ് എന്നുള്ളതിനുപരി
നമ്മ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധത്തിലായിരുന്നു. അതിന്റെ കൊണ്ടാണ് എല്ലാ ബാച്ചുകാരും ഒന്നും നോക്കാണ്ട് നമ്മളൊരു ഒറ്റ കൂട്ടായ്മയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബാച്ചുകാരോടും നന്ദി. അപ്പോ ബാച്ചുകാരെ പറ്റി പറയുന്നത് കൂടെ വന്ന ബാച്ച് നോക്കാണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അതിന് വളരെ സന്തോഷം. ഇപ്പൊ കേരളത്തിലായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ്. കാരണം അല്ല സപ്ലീസ് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു ചെറിയൊരു ബിസിനസ് കുറച്ച് എനിക്കറിയായിരിക്കും. അപ്പൊ അത് ചെയ്യാനെങ്കിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് റാസ്പിന്നുള്ള പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ എനിക്ക് ഫുള്ള് സപ്പോർട്ട് നമ്മുടെ കോളേജിൽ തന്നെയാണ്. ഇതിന് സ്റ്റാർട്ട് കിട്ടിയേക്കുന്നതും എല്ലാം ഇവിടെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് വൈസ് എനിക്ക് നമ്മളെ ഫ്രണ്ട്സിനോട് ഭയങ്കര കടപ്പാടാണ്. ആ ഒരു കടപ്പാട് ഞാൻ ഇപ്പോ പറയുന്നു, പ്രകടിപ്പിക്കുന്നു. അപ്പോ എല്ലാവരും നമ്മുടെ ഓണം ഇപ്രാവശ്യം അടിച്ചു പൊളിച്ച് പോവാ. മാക്സിമം അടുത്തെല്ലാം ഇപ്പൊ പനമ്പള്ളിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പനാമിൽ നടത്താൻ പറ്റിയ അടുത്ത ലക്ഷ്യം. അപ്പൊ ഇന്നിപ്പോ വിളിച്ച ആൾക്കാർ വരുമെന്ന് മനസ്സിലായി. കാര്യം പറയാൻ വേണ്ടി ഇന്ന് കാണാടാന്ന് പറഞ്ഞ് പോണ ആൾക്കാരിങ്ങനെ കാനഡയിലേക്കൊക്കെയാണ് പോണത്. അപ്പോ അടുത്ത പ്രാവശ്യം ഇതിലും ഗ്രേറ്റ് ആയിട്ട് നമുക്ക് പരിപാടി നടത്താൻ പറ്റിയുള്ള വിഷയില് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ആണ് കൊടുത്തത്, വേറെന്തോന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നമുക്ക് ഇനി അടുത്തത് ഫെലിസിറ്റേഷനാണുള്ളത്. നമ്മൾ അതിനു വേണ്ടി സോറി മിസ്റ്റേക്ക്, നമുക്ക് ഇനോഗ്രേറ്റ് ചെയ്യേണ്ട ആദ്യം. നമ്മൾ ഈ സെമിസ്റ്ററിന്റെ ഇനോഗ്രേഷനായിട്ട് ക്ഷണിക്കുന്നു മിസ്. ഹൈ ഓൾ, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, വളരെയധികം ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ് ആക്ച്വലി ഞങ്ങൾക്ക് ഇത്. ഒരു ദിവസം രാത്രിയില് അസ്ലമനെ വിളിക്കുമ്പോ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്, മിസ്സിന് വരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചോളൂ. പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇതിന് മുമ്പ് ഞാൻ എന്തായാലും വരും, എന്താണ് ഡേറ്റ് എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. കാരണം എന്താ പറയാ, പഠിക്കുന്ന സമയത്ത് ചിലപ്പോ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവണോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാച്ച് ആയിരുന്നു ആക്ച്വലി നിങ്ങളുടെ ബാച്ച്. കാരണം എന്ത് പ്രോഗ്രാം നമ്മൾ പറഞ്ഞാലും നിങ്ങൾ ഒരു മടിയും കൂടാതെ ആ കോളേജിൽ നടത്താൻ ഭയങ്കര വില്ലിംഗ് ആയിട്ടുള്ള ഒരു ബാച്ചായിരുന്നു. ഈവൻ നമുക്ക് ഏറ്റവും സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരു ബാച്ചും കൂടി ആയിരുന്നു. 43 സ്റ്റുഡൻസിന്റെ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു ബാച്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ തുടങ്ങി വെച്ച ആ ഫിലിം ഫെസ്റ്റിവലാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അതൊരു ഫാക്ടർ തന്നെയാണ്. നിങ്ങളാണ് ആദ്യമായിട്ട് ആ കോളേജിലെ ആ ഒരു ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ആ ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തത്. അതിന്റെ തുടർച്ചയാണ് ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ. അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിറ്റ്, അത് നമുക്ക് എപ്പോഴും വിസിബിൾ ആവുന്ന കാര്യമാണ്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ആയാലും നിങ്ങളുടെ ഓരോ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് അത് എൻജോയ് ചെയ്യാറുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ ഇന്നിപ്പോ ഇവിടെ പലരെയും കണ്ടപ്പോ പലരും രൂപങ്ങൾ മാറി, പലരുടെയും എല്ലാവർക്കും എല്ലാ ജീവിതത്തിലെ എല്ലാ ഇതാഴ്ചയിലും ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. ചിലപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഇത് കാണിച്ചിരിക്കില്ല, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് കൊറോണ ടൈമിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഓഫ്ലൈൻ ക്ലാസ്സസ് വളരെ കുറവായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം വെക്കുന്ന ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലാണ് നമ്മൾ നമ്മുടെ പോർഷൻസ് മുഴുവൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കുക എന്നുള്ളത് ചെയ്യുക. കാരണം ഓൺലൈനിൽ മാത്സ് പഠിച്ചാലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് നേരിട്ടുള്ള സമയം നമുക്ക് വളരെ കുറവാണ്. എന്നാലും നിങ്ങളായിരുന്നു ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സ്റ്റുഡൻസ് ആയിട്ട് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അത് ഇന്നും അതേപോലെ തന്നെ നിൽക്കുന്നു. അതിന്റെ പ്രതീകമായിട്ടാണ് ഞാനും മൗസമിനിസും മറ്റെന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരും. അത് ഞങ്ങൾ ആദ്യമേ നിശ്ചയിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇതെന്തായാലും എത്തിയത് നിങ്ങളുടെ അടുത്തേക്ക്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ് അത് ചെയ്താലും നിങ്ങൾ വേണം. കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പമുള്ള നിമിഷം വേറെ ഒരു ആളുടെ ഒപ്പം ചെലവഴിക്കുമ്പോഴും കിട്ടുന്നതായിരുന്നു. ആ ഒരു വൈബ് അത് ഫ്രണ്ട്സിനൊപ്പം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ.
അപ്പൊ അത് ആ ഒരു ബന്ധം എന്നും നിലനിർത്തുക, പരസ്പരം എല്ലാ കാര്യങ്ങൾക്കും താങ്ങായിട്ടും തണലായിട്ടും എല്ലാവരും ഒരുമിച്ച് എന്ത് പ്രോഗ്രാമിനും ഒരുമിച്ച് ചെയ്യുക. ആ ഒരു സന്തോഷം ജീവിതത്തിൽ ഒന്നും ഉണ്ടാവണം. അത് തന്നെ മാത്രമായിരിക്കും ഭാവിയിൽ നമുക്ക് ഓർത്തോർത്ത് സന്തോഷിക്കാനുള്ള ഒരു നിമിഷമായിട്ട് എപ്പോഴും ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഈ ഒരു എല്ലാവരും കീപ്പ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും ഈ ഒരു പ്രോഗ്രാമിന് വിളിച്ചതിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കർത്തവ്യമായിട്ടുള്ള ഇനാഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത്. പറഞ്ഞപ്പോഴാണ് നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ 3 കൊല്ലം അതിന്റെ ഉള്ള വെള്ളപ്പൊക്കവും കൊറോണയെ കൊണ്ട് ഒക്കെ തീർന്നു. അതൊക്കെ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കോളേജിലേക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വരും. ഇപ്പൊ എന്തെങ്കിലും നല്ലതിനായിരിക്കാം എന്ന് വിചാരിക്കാം. ഓക്കെ, ഫെലിസിറ്റേഷന് വേണ്ടി നമ്മള് ഹൗസ് ടീംസിനെ വിളിക്കാൻ. ഹലോ, നമസ്കാരം. നിങ്ങളുടെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ എന്താ പറയാ, ഞങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. പ്രത്യേകിച്ച് കരിക്കുലർ മാത്രമല്ല, കോ കരിക്കുലർ എന്തിനായാലും നിങ്ങൾ എല്ലാത്തിനും റെഡി ആയിരുന്നു. പ്രത്യേകിച്ച് ഡിസൈൻ കോമ്പറ്റീഷൻ അല്ലെ, അതുപോലെ തന്നെ പറഞ്ഞ തന്നെ നിങ്ങൾ ഫിലിം ഫെസ്റ്റ് KGF ആണ് നടത്തിയത്. പിന്നെ സുഹൈൽ ഷക്കീർ ഞാൻ ഓൺലൈൻ ക്ലാസ് ആണ് പറഞ്ഞിട്ടുണ്ട്. കോക്കനട്ട് ട്രെയിൻ എന്ന് പറഞ്ഞൊരു പേര് നോക്കുമ്പോ സംശയമായിരുന്നു. പിന്നെ എന്നെ മനസ്സിലാക്കിയത് സുഹൈൽ ഷക്കീറിന്റെ നിക്നെയിമാണെന്നുള്ളത്. അപ്പൊ എന്തായാലും സ്ഥലത്തിൽ നമ്മളെല്ലാം കാണാൻ സാധിച്ചതിലും എല്ലാത്തിലും ഹാപ്പിയാണ്. നല്ലൊരു ബാച്ചിനെ നഷ്ടപ്പെട്ടതിന് ഒരു സങ്കടം. ഇങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ. പിന്നെ ഈ ഒരു ഓൺലൈൻ കാലം അല്ലെ, ഈ ഒരു ഓൺലൈൻ കാലത്തില് ഒത്തുചേരൽ എല്ലാം ഓൺലൈനിൽ കൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരു ഒത്തുചേരൽ ആർക്കും അതിന് സമയമില്ല, താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെ, എല്ലാവരും ഞങ്ങൾക്കറിയാം നിങ്ങൾ അല്ലാണ്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആണ്. പക്ഷെ ഈ ഒരു ഓൺലൈൻ കാലത്ത് നിങ്ങൾ ഒത്തുചേരാനും നിങ്ങളുടെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. അപ്പം ഓക്കെ, താങ്ക് യു. അടുത്തത് ഇനി ഞാൻ വിളിക്കാൻ പോണ ആള്, നമ്മള് ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഏതൊരു കല്യാണത്തിനും ആ മനുഷ്യന്റെ ഫോട്ടോ അതിന്റെ പരിസ്ഥിതി സ്റ്റാഫിനെ വിളിക്കുകയാണ്. ഇതിലും വലിയ ഇൻട്രൊഡക്ഷനുകൾക്ക് വേണോ? എല്ലാവർക്കും അറിയാതെ വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമ്മളിത് ഒരു പരിപാടി പ്ലാൻ ചെയ്ത് അധികം ടൈമില്ലാതെ നമ്മളത് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പൊ എല്ലാവർക്കും ഇതിൽ വന്ന എല്ലാവർക്കും ഇതില് എല്ലാവരെ ക്ഷണിക്കുന്നു, എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ടീച്ചർമാരും നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മള് ഇത്ര വലിയൊരു പരിപാടി ആവുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്. ടീച്ചർമാർ അതിൽ പങ്കെടുത്തേക്കും എല്ലാവർക്കും ആശംസകളും നൽകുന്നു. ഇത് തീരണ വരെ എല്ലാവരും ഉണ്ടാവണം. എല്ലാവരും ഈ ഒരു പരിപാടി അടിപൊളിയാക്കുക. ഇത് വരും വർഷങ്ങളിൽ നമുക്ക് ഇതിലും അടിപൊളിയാക്കാം. നമ്മളെ റാസ്പിയുടെ പേരില് ഇത് വലിയൊരു പരിപാടിയാക്കി നമുക്ക് വികസിപ്പിച്ചെടുക്കണം. അപ്പൊ എല്ലാവർക്കും എന്റെ പേരിൽ നന്ദി പറയുന്നു. ഇതിന്റെ ഫെലിസിറ്റേഷൻ നമ്മുടെ BFTയുടെ ആലോചനയാണ് ക്ഷണിക്കണത്. പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഗ്രൂപ്പിൽ അതേണ്ടൊന്നും വന്നിട്ടില്ല. നല്ല വന്നായിരുന്നു. നന്ദി. പറയാനായിട്ട് അൻസാഖാനാണ് വിളിക്കുന്നത്.
സ്വന്തമായിട്ട് പൊട്ടിക്കൊക്കെ ഉള്ള ആളാ. ഇവിടെ ഉള്ളവരെ എന്താ സുന്ദരിയായിട്ട് വന്നേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സോ ഫസ്റ്റ് ഇവിടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു താങ്ക് യു സോ മച്ച്. ഇവിടെ സുധീര് പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് വേറെ എവിടെയും ഓണപരിപാടി ഒന്നും ഇല്ലാത്ത എന്റെയും സുഹൃത്തിലേക്ക് പോലത്തെ ആൾക്കാർക്ക് ഈ ഒരു ഇവന്റ് ഭയങ്കര ഗ്രേറ്റ് ആണ്. ബിക്കോസ് നമുക്ക് പ്രത്യേകിച്ച് ഓണപരിപാടി ഒന്നും ഇല്ല. എല്ലാവരും ഇൻസ്റ്റയിലും സ്റ്റോറിയും റീലൊക്കെ ഉള്ളേക്കും ജസ്റ്റ് കാണുക എന്നല്ലാതെ ഇങ്ങനെ ഡ്രസ് ഒക്കെ ചെയ്തു പോകാനായിട്ട് പ്രത്യേകിച്ച് ഇവന്റ് ഒന്നും ഇല്ലായിരുന്നു. സോ അതിന് ഡിയർസ് സീനിയേഴ്സ് താങ്ക് യു സോ മച്ച്. ബിക്കോസ് കേമമിന്റെ റിലീ ടോമി പറഞ്ഞ പോലെ പ്രോഗ്രാം ആയിരുന്നു. നമ്മളെല്ലാരെയും കൂടി വിളിച്ച് ഇത്ര ഗ്രാൻഡായിട്ട് നടത്താൻ പറ്റി. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ഒന്നും അറിയില്ല. ബട്ട് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അക്സാബ. അപ്പൊ നമ്മള് ഇനി ഇതിന് വലിയ പ്രസംഗങ്ങളൊന്നും ഇല്ല നിർത്തി. ഇനി നമുക്ക് പരിപാടികളിലേക്ക് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമ്മള് മലയാളി മക്കാണ്. മലയാളം മകൾ സ്ത്രീലൊക്കെ